ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ മനുഷ്യർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. സംസാരിക്കാൻ പറ്റുക, ചിരിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം. നമുക്ക് കൂടുതൽ പേരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും പലരും. എല്ലാവരും എല്ലാവരോടും സംസാരിച്ചില്ലെങ്കിലും നമ്മുടേതായ ഒരു സർക്കിൾ ഉണ്ടാവും നമുക്ക് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും ഒരു മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് അത്രയും നല്ലത് തന്നെയാണ്. നമുക്ക് അത്രയും റിലാക്സ് ആവാനും സന്തോഷം കിട്ടാനും ഒക്കെ സഹായിക്കും. എല്ലാ ഡേറ്റും നമ്മൾ സെൽഫായിട്ട് ഡേറ്റ് പോകണം, നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ആണെങ്കിലും നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നമ്മൾ നമ്മുടെ ഫ്രീ മൈൻഡായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഡേറ്റിന് പോയി ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഡേറ്റിന് പോയ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് പുറത്ത്. അതാണ് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ പോലെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വീട് പൂട്ടി ഇറങ്ങി. ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തു, എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് മുകളിലോട്ട് കയറുവാണ്. എസ്കലേറ്ററിലാണ് മുകളിലോട്ട് വരുന്നത്. മെട്രോ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇത്രയും ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബസ്സിലും വണ്ടിയിലൊക്കെ പോയിട്ട് നമ്മൾ ട്രാഫിക്കിലൊക്കെ കുടുങ്ങി ലേറ്റ് ആവുന്നതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് മെട്രോ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോബിന് പോവുകയാണെങ്കിലും നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും ടൈമിൽ എത്താനും അത്രയും ആക്സസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് മെട്രോ. മെട്രോ ട്രെയിൻ എത്തിയിട്ടുണ്ട്. സൗത്ത് ഭാഗത്തേക്ക് പോകുന്ന, ആലുവ ഭാഗത്തേക്ക് പോകുന്ന മെട്രോ ട്രെയിനാണിത്. മെട്രോ ട്രെയിനിൽ കയറി കുറേ പേരുണ്ട്. കുറച്ച് നാൾ മുമ്പൊക്കെ എന്ന് പറയുന്നത് മെട്രോയിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ ആൾക്കാർ കുറവായിരുന്നു. പ്രത്യേകിച്ച് ഉച്ച ആ സമയത്തൊന്നും, ഞങ്ങളൊരു ഉച്ചക്കാണ് ഇറങ്ങിയത്, അപ്പോൾ ആ ടൈമിലൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ ഇത്തവണ സീറ്റൊക്കെ കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മെട്രോയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് മെട്രോ എന്ന് നമുക്ക് പുറത്ത് കാണുന്ന വിഷ്വൽസ് ഒക്കെ. പിന്നെ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ മെട്രോ ഇറങ്ങിയിട്ട് കുറച്ചടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഉച്ച ആയതുകൊണ്ട് അൽഫാം മന്തിയാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സുഭാഷ് പാർക്കിലാണ് പോയത്. സുഭാഷ് പാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ നിന്ന് സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഉച്ചയ്ക്ക് ഒരു 3 മണി മുതൽ പിന്നെ ഒരു 8 മണി വരെയാണ് പാർക്ക് തുറന്നിരിക്കുക. ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഫാമിലിയും പിന്നെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കുറേ കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ കുറേ ഫാമിലീസ് കുറേ വരാറുണ്ട്. ഈ സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യലി വരാറുണ്ട്. പിന്നെ അല്ലാതെ കപ്പിളും ഫ്രണ്ട്സും ആയിട്ട് വരുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ കോളേജും ഒക്കെ ഉള്ളതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസും ഒക്കെ അവരുടെ ഹോളിഡേയ്സിലൊക്കെ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ. കാരണം വലിയൊരു പാർക്കാണ്. വലിയൊരു പാർക്കിൽ നമുക്ക് കുറേ നടന്ന് കാണാനും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ കാണാം. അത് തന്നെയാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെ പോയി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. എന്തായാലും നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടല്ലായിരിക്കും അത്രയും ഡേയ്സ് നമ്മുടെ പോകുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഒരേ റുട്ടീനായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വർക്കിന് പോകുന്നു, പിന്നെ വൈകുന്നേരം തിരിച്ചു വരുന്നു, അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ ഒരു റുട്ടീൻ തന്നെ ആയിരിക്കും ഫ്രൈഡേ ഓർ സാറ്റർഡേ വരെയൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഹോളിഡേ ഒക്കെ വരുമ്പോഴാണ് നമുക്കൊന്ന് റിലാക്സ് ആവാനും കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാനും. വേറെ ദൂര സ്ഥലങ്ങളിൽ പോകണമെന്നൊന്നുമില്ല. നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെ പോവാം. പക്ഷെ പറ്റില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കണ്ട സ്ഥലങ്ങൾ തന്നെയാകും. പക്ഷെ
നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ആവാനും കുറേ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ കാണുമ്പോഴും കുറച്ച് സ്ഥലങ്ങൾ കാണുമ്പോഴും കുറേ കുട്ടികളെ കാണുമ്പോഴും അതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോഴും സൺസെറ്റ് ഒക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കര കൂളാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ നമുക്ക് റിസർച്ചുകൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ വെള്ളം, ബീച്ച്, കായല് അതൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നായിട്ട് കൂളാകുന്നൊക്കെ റിസർച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഞാൻ ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു കായൽ അതിൻ്റെ ഒരു ആളാണ്. കൂടുതലും മോൾസ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് റഷ് ആയിട്ടുള്ള അങ്ങനത്തെ മോൾസിലൊന്നും പോയിട്ട് അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്, പോവാറൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പോകാൻ ഇഷ്ടം. പിന്നെ ഞങ്ങൾ കുറേ സംസാരിക്കുന്നത് തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം അവള് എൻ്റെ വീട്ടിൽ തലേ ദിവസം, അതായത് സൺഡേ ആണ് ഞങ്ങൾ പുറത്തു പോയത്. അതിന് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ജോബ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് സ്റ്റേ ചെയ്തത്, വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഞാൻ അവൾക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചു, കുറേ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ്. കാരണം കുറേ സംസാരിക്കും. കാരണം സംസാരിച്ച് തീർന്നിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവളുടെ കാര്യങ്ങളെ അല്ലാതെ വേറെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ വിഷയങ്ങൾ, ഓരോ സബ്ജക്റ്റുകൾ മുന്നോട്ടിൽ ഇട്ട് ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ സംസാരിക്കുക, ചിരിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര നമുക്ക് റിലാക്സേഷൻ തരുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറേ സംസാരിച്ചു, വീട്ടിൽ നിന്ന് സംസാരിച്ചു. പിന്നെ മോർണിംഗ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പത്തിരിയും അതുപോലെ മുട്ടക്കറിയൊക്കെയാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയത്. അപ്പൊ അതൊക്കെ കഴിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോഴും സംസാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. പാർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും വായി നോക്കിയൊക്കെ നടക്കുമായിരുന്നു. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. നല്ല ഒരു മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആ ദിവസം എന്തോ ഒരു മൈൻഡ് ക്ലിയർ ആയതുപോലെയും എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലൊക്കെ ആയി. ഞാനിപ്പം മെന്റലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോഴ്. അപ്പോൾ അവള് വന്നതും ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തതും എനിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ എനിക്ക് ഒരു ലൈഫിലൊരു ഹോപ്പ്, അതുപോലെ കുറേ റിലാക്സ് ഫീലിംഗ് ഒക്കെ തോന്നിയിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അത് കഴിഞ്ഞ് അവള് തിരിച്ച് പോയി. അവളും മെട്രോ തന്നെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഡിഫറെൻറ്റ് മെട്രോയിലാണ് പോയത്. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് അവിടുന്ന് മെട്രോ കയറിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സുമായിട്ട് മന്ത്ലി വൺസ് എങ്കിലും ഡേറ്റിന് പോവുക, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഒന്ന് റിലാക്സ് ആവുക. അതിൽ കൂടുതൽ തവണ ഡെയിലി പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യുക. അല്ലാത്തവർ ഇങ്ങനെ വീക്ക്ലിയോ മന്ത്ലിയോ എങ്കിലും ട്രൈ ചെയ്യണം. നല്ലൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.